ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു വലിയ ബലൂൺ ഭൂമിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ഹൈറ്റിൽ. അതിൽ 2 ആൾക്കാരുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ബോധം അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതിൽ ഒരാൾ ഇപ്പോൾ നിൽക്കുന്നത് ആ ബലൂണിന്റെ തന്നെ മുകൾ ഭാഗത്താണ്. ഒരു നേരിയ കാറ്റ് വീശിയപ്പോ പതിയെ പതിയെ തെന്നി അവൾ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യം കാരണം അവളുടെ കാല് ഒരു കയറിൽ കുടുങ്ങി നിൽക്കുകയാണ്. കണ്ണു തുറന്നപ്പോൾ എമിലിയ എന്ന ഒരു സ്ത്രീ കാണുന്ന കാഴ്ച എന്താണ്? ഇത്രയും ഉയരത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ വലിയ ബലൂണ്, അതിൽ നിന്നും മടന്നു നിൽക്കുന്ന ഒരു കയറില് അവൾ അങ്ങനെ തൂങ്ങിക്കിടുകയാണ്, അതും തലകീഴായിട്ട്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് തോന്നില്ലേ? ഈ സിനിമ മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് കാലാവസ്ഥ, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് 1800 അതായത് 200 വർഷങ്ങൾക്ക് മുന്നേ 2 പേര് വലിയൊരു ഹോട്ട് ബലൂൺ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ആകാശത്തേക്ക് പോവാണ്, 10 കിലോമീറ്റർ മേലേക്ക്. എന്നാൽ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയ സമയത്ത് അവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. എന്താണ് അത്? നമുക്ക് എന്തായാലും കഥയിലേക്ക് പോയി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരുപാട് മുകളിൽ അങ്ങ് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാസ് ബലൂൺ കാണിക്കുകയാണ്. എന്തോ ഒരു വലിയ അപകടം ആ ബലൂണിൽ നടന്നിട്ടുണ്ട്. പെട്ടെന്ന് അതിനുള്ളിൽ നിന്നും ഒരാൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. അത്രയും ഹൈറ്റിൽ നിന്നും ഒരാൾ താഴേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ പിന്നീട് ആ മനുഷ്യന്റെ കാര്യം ആലോചിക്കാനുണ്ടോ? ഇങ്ങനൊരു കാര്യം സ്വപ്നത്തിൽ കണ്ട് ഒരു സ്ത്രീ ചാടി എഴുന്നേൽക്കാണ്. അവരിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുതിരവണ്ടിയിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ എമിലിയുടെ സഹോദരിയായിട്ടുള്ള ആന്റോണി ഉണ്ടായിരുന്നു. അതുപോലെ ഈ കഥ നടക്കുന്ന കാലഘട്ടം അത് 1862 അതുകൊണ്ട് തന്നെ അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽസിലൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ. പ്രധാനമായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നത് കുതിരവണ്ടികളാണ്. അപ്പൊ ഒരു ഭയത്തിൽ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ ചേച്ചിയായിട്ടുള്ള അമേലിയോട് അനിയത്തിയായിട്ടുള്ള ആന്റോണി പറയാണ്, ചേച്ചി ഇന്ന് വേണ്ടെങ്കിൽ നമുക്കത് മാറ്റിവെച്ചാലോ? വീണ്ടും അങ്ങനെ ഒരു ദുസ്വപ്നം കണ്ട സ്ഥിതിക്ക് നമ്മൾ ആ പരിപാടിക്ക് പോകണോ? അതായത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അമേലിയ പോവാണ്, അതിനെ തടുക്കാൻ നോക്കുകയാണ് അനിയത്തിയായിട്ടുള്ള ആന്റോണിയ. എന്നാൽ അമേലിയ പറയണ, ഇല്ല, എന്ത് തന്നെ സംഭവിച്ചാലും ഇന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. പിന്നീട് വിശ്രമിക്കാനായിട്ട് അവിടെ ആ ഒരു തെരുവിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് അതിലൂടെ ഒരു ചെറുക്കൻ ഓടിപ്പോകുന്നുണ്ട്. അവൻ ഓടിപ്പോകുമ്പോൾ അവന്റെ കണ്ണുകളിലൂടെ 1862 ലണ്ടൻ നഗരത്തെ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു മൈതാനത്തിലേക്ക്. അവിടെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ വലിയ ബാനേഴ്സ് ഉണ്ട്. അതിലെല്ലാം പറക്കുന്ന ബലൂണുകളുടെ ചിത്രമാണ്. ഇപ്പൊ ആ ഒരു മൈതാനത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒത്ത നടുവിലായിട്ട് വലിയൊരു ബലൂണ് കാണിക്കുന്നുണ്ട്. ആ ബലൂണിനുള്ളിലായിട്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജെയിംസ് ഗ്ലേഷ്യറെ കാണിക്കുകയാണ്. അതായത് ഇതുപോലെയുള്ള പറക്കുന്ന ബലൂണുകൾക്ക് താഴെയായിട്ട് ചെറിയൊരു തൊട്ടി ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി. അതിലേക്കാണ് ഈ ഉപകരണങ്ങൾ അവൻ ഇട്ടുവെക്കുന്നത്. ആ സമയത്ത് അവന്റെ സുഹൃത്തായിട്ടുള്ള ജോൺ ട്രോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ, മരണതുല്യമായിട്ടുള്ള ഒരു മിഷനാണിത്, ഇത് ചെയ്യണോ? ഇപ്പൊ വേണമെങ്കിൽ നിനക്ക് ഇതിന്ന് പിന്തിരിഞ്ഞൂടെ? ആ പൈലറ്റ് ആണെങ്കിൽ ഇത്രയും നേരമായിട്ട് വന്നിട്ടുമില്ല. ഈ സമയത്ത് ജെയിംസ് പറയുന്നുണ്ട്, പൊന്നു മോനെ, ഞാൻ ഇത് ചെയ്യാതെ പിന്മാറില്ല എന്ന് കരുതി പൈലറ്റ് ഇല്ലാതെ എനിക്ക് പോകാനും പറ്റില്ല. അമേലി എന്തായാലും വരും, അവള് വന്ന ഉടനെ ഞാൻ പുറപ്പെടും. അന്നത്തെ കാലത്ത് ലണ്ടനിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല പൈലറ്റ് തന്നെയായിരുന്നു അമേലിയ. പൈലറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം ഓടിക്കുന്ന പൈലറ്റ് അല്ല, ഇതുപോലെയുള്ള ബലൂണുകൾ പറത്തണമെങ്കിലും അത് പറത്താൻ അറിയുന്ന ഒരു പൈലറ്റ് വേണമല്ലോ. അങ്ങനെയുള്ള ആളാണ് അമേലിയ. ഇതേ സമയത്ത് തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ സ്പോൺസറാണ്. അപ്പൊ അയാൾ വന്ന പാടിന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്രയും നേരമായിട്ട് പോവാത്തത്? ഒരുപാട് ലേറ്റ് ആയല്ലോ. ഈ നേരം ജെയിംസിന്റെ കൂട്ടുകാരൻ ജോൺ ഉണ്ടല്ലോ, ഇയാളോട് പറയാണ്, സാറേ പ്ലീസ് ഇവനോടൊന്ന് പറ ഇതിൽ നിന്നും ഒന്ന് പിന്മാറാനായിട്ട്, അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇത് കേട്ട സമയത്ത് ആ പൈസക്കാരൻ പറയാണ്, എടാ നീ എന്താ ഈ പറയുന്നത്? എനിക്ക് എന്റെ കാശ് പോയാലും ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ ചെറുക്കൻ അതായത് ജെയിംസ് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അവരിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമായിക്കൂടെ നമുക്കൊക്കെ പിന്തിരിപ്പനായിട്ട് ഇവിടെ നിൽക്കേണ്ട, അവനെ സപ്പോർട്ട് ചെയ്യുന്നു പറയണം. അതുപോലെ എന്താ നിങ്ങൾ ഇങ്ങനെ ലേറ്റ് ആവുന്നതെന്ന് ജെയിംസിനോട് ഈ ഒരു സ്പോൺസർ ചോദിക്കണം. അത് പിന്നെ സാറേ, മറ്റേ പൈലറ്റ് അമേലിയ വന്നിട്ടില്ല, അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ഈ ജെയിംസിന്റെ കൂട്ടുകാരൻ ജോണ് പറയണ, സാറേ ഒന്ന് പറ, അവന്റെ ജീവന്റെ കാര്യമാണ്. എന്നാൽ ഈ നേരം ജെയിംസ് പറയുന്ന കാര്യം എന്താ അറിയോ? എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഈ കാണുന്ന ജനങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് മതി എന്ന് പറയണം. അതുപോലെ ചുരുങ്ങിയ സമയം മതി എനിക്ക് മുകളിലേക്ക് പോകാനും ആ റീഡിങ്സ് എടുക്കാനും. ഇത് കേട്ട സമയത്ത് ആ പണക്കാരനായിട്ടുള്ള സ്പോൺസർ പറയണ, ഇതാണ് ചെറുപ്പക്കാർക്ക് വേണ്ട ധൈര്യവും ആവേശവും. ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത് നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരുടെ ധൈര്യവും ഇതുപോലെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളും ആയിരിക്കും. ഇതും പറഞ്ഞ് സ്പോൺസർ അവിടെ പോകുന്നുണ്ട്. എന്നാൽ ജെയിംസിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി പോലെ. അത് മറ്റൊന്നും കൊണ്ടല്ല, പൈലറ്റ് ആയിട്ടുള്ള അമേലിയ വരാന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും അവളെ കാണാനില്ലേ? സമയമാണെങ്കിൽ ഒരുപാട് വൈകിട്ടുണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തെറി വിളിക്കാൻ തുടങ്ങും. എന്നാൽ പെട്ടെന്ന് ആൾക്കാരുടെ മൂടൊക്കെ മാറുകയാണ്. എല്ലാവരും കൂടെ ആർപ്പ് വിളിക്കാൻ തുടങ്ങുകയാണ്. നോക്കുമ്പോ ആരാ? അമേലിയ ആ ഒരു വണ്ടിയുടെ പുറത്ത് കയറി വരികയാണ്. നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള ഒരു പെൺകുട്ടിയേ അല്ല. സത്യം പറയുകയാണെങ്കിൽ ഒരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചർ, എന്ത് വേണമെങ്കിലും അവൾ പറയാം. അങ്ങനെ ഒരു ഷോ കാണിച്ചുകൊണ്ടാണ് ആ കൂട്ടത്തിലേക്ക് അമേലിയ വരുന്നത് തന്നെ. തുള്ളിച്ചാടി ഒരു കുരങ്ങൻ കുട്ടിയെ പോലെയാണ് വരുന്നത് കേട്ടോ. എന്തായാലും അത്രയും നേരം ക്ഷമ നശിച്ചിരുന്ന ആൾക്കാരൊക്കെ ആകെ മൂഡ് ചേഞ്ച് ആവുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയായി. അതിനു പുറമെ അവിടെ വന്ന പാട് തന്നെ അവൾ ഉറക്കനെ വിളിച്ചു പറയാണ്, ഫ്രഞ്ചിൽ
നാട്ടുകാര് അവർ 21,000 അടി വരെ മുകളിലേക്ക് പോയി. എന്നാൽ അതിനെയും ഭേദിച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് ഇന്ന് പോകാൻ പോവാണ്. പുതിയ ലോക റെക്കോർഡ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. ഇതിനുശേഷം ഇവര് രണ്ടുപേരും ജെയിംസ്, ഗ്ലേഷ്യറും അതുപോലെ തന്നെ അമേലിയ രണ്ടുപേരും ആ ഒരു തൊട്ടിക്കുള്ളിൽ കയറിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അമേലിയ അവളുടെ നായും കൂടെ കൂട്ടുന്നുണ്ട്. ഇപ്പൊ ജെയിംസ് പറയാണ്, നായോ അതിനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അമേലിയ പറയാണ്, നിനക്ക് നിന്റെ ആയുധങ്ങളും ടൂൾസും എല്ലാം കൊണ്ടുപോകാമെങ്കിൽ എനിക്ക് എന്റെ നായയും കൊണ്ടുപോകാം. കാരണം എത്ര നേരം ഞാൻ നിന്റെ മുഖത്തേക്ക് എന്നെ അങ്ങനെ നോക്കി വെക്കുക, ഞാൻ നായെ കൊണ്ടുപോകും എന്ന് തന്നെ അമേലിയ വാശി പിടിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ ആൾക്കാർ മുഴുവൻ നോക്കി നിൽക്കെ ആ ഒരു വലിയ ബലൂണ് മുകളിലേക്ക് പതിയെ പതിയെ പൊന്താൻ തുടങ്ങുകയാണ്. ആ നേരത്തും സർക്കസ് കാണിച്ചുകൊണ്ടാണ് അമേലിയ ആ കയറുകൾക്കിടയിലൂടെ തൂങ്ങിയാടി നടക്കുന്നത്. പിന്നീട് ആ ഒരു തൊട്ടിയിൽ നിന്ന് നമ്മുടെ ജെയിംസിനോട് അവളുടെ നായ ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയണേ. എന്തിനാ ചോദിച്ചപ്പോൾ നീ ആദ്യം എടുത്തുകൊണ്ടാന്ന് പറയണം. അവൻ ആ നായ എടുത്തു കൊടുത്തു. അപ്പത്തിന് അമേലിയ നായ എടുത്ത് താഴേക്ക് ഇടുകയാണ്. കണ്ടുനിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. ആ നായ അങ്ങനെ താഴെ വീണാൽ എന്തായാലും ചത്തുപോകും. പക്ഷെ പെട്ടെന്ന് തന്നെ അതിന്റെ ദേഹത്തുനിന്ന് ഒരു പാരച്യൂട്ട് ഓൺ ആയിട്ട് അത് വളരെ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ആവുകയാണ്. ആൾക്കാരെല്ലാം ഇത് കണ്ട് ഭയങ്കരമായിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതെന്തിനാ ചെയ്തതെന്ന് ജെയിംസ് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ യാത്ര ആളുകളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കണം. എന്നാ പിന്നെ പോവല്ലേ. അങ്ങനെ പതിയെ പതിയെ ആ ഒരു ബലൂൺ ആകാശത്തിലേക്ക് ഉയർന്ന് പറക്കാൻ തുടങ്ങുകയാണ്. 3 മിനിറ്റ്. ഇത്രയും മിനിറ്റ് കൊണ്ട് 1000 അടി ഉയരത്തിലേക്ക് ആ ബലൂണ് പൊന്തുന്നുണ്ട്. അത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ അമേലിയ ലണ്ടൻ നഗരത്തെ മുഴുവനായിട്ട് കാണുകയാണ്. അവൾക്ക് ആ ഒരു കാഴ്ച ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം നല്ല രീതിയിലല്ലേ പോകുന്നത് എന്നിപ്പോ അമേലിയ ജെയിംസിനോട് ചോദിച്ചപ്പോ എല്ലാം ഓക്കെയാണ്, പക്ഷേ നീ ഒട്ടും കെയർ ഇല്ലാതെയാണ്, വളരെ സില്ലി ആയിട്ടാണ് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് കേട്ട സമയത്ത് അമേലിയ പറയണം, അല്ല നിന്നെ പോലെ ഏത് സമയത്തും നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം. വന്നപ്പോ മുതലേ ജെയിംസ് ചെയ്യുന്ന കാര്യമാണ്. അവന്റെ കയ്യിൽ ചെറിയ ചെറിയ റീഡിംഗ് മെഷീൻസ് ഉണ്ട്. അതിൽ കാണിക്കുന്ന റീഡിങ് ഓരോ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്തും അത് കറക്റ്റ് ആയിട്ട് അവന്റെ പേപ്പറിൽ എഴുതി വെക്കും. കാരണം അവന്റെ ജോലി അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്ര തന്നെ. പക്ഷെ അമേലിയ പറയുന്ന കാര്യം, ഓക്കെ നീ സയന്റിസ്റ്റ് ആണ്, നിനക്ക് ആവശ്യമുള്ള റീഡിംഗ് കാര്യങ്ങളൊക്കെ എടുക്കാം, എന്നാൽ അതിനുപരിയായിട്ട് ഇതൊരു പ്രകൃതിയാണ്. ഇത്രയും ഹൈറ്റിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ നീ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രകൃതിയോട് ചേർന്ന് അതിനെയും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ എപ്പം നോക്കിയാലും പേനയും കൊണ്ട് ഇങ്ങനെ കുത്തിയും കുറിച്ചിരുന്നാലൊന്നും എല്ലാം മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള മേഘങ്ങളെ ഇപ്പൊ അമേലിയ കാണുകയാണ്. നമ്മളിനി ആ ഒരു ഭാഗത്തേക്ക് പോകണോ എന്ന് അമേലിയ ചോദിച്ചപ്പോൾ ജെയിംസ് പറയാണ്, ഞാൻ സയന്റിസ്റ്റ് ആണ്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി, എന്തായാലും മുന്നോട്ടേക്ക് പോട്ടെ എന്ന് തന്നെ പറയാണ്. അങ്ങനെ മുകളിൽ നിന്നും ജെയിംസ് താഴോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. പെട്ടെന്ന് അവന്റെ ഓർമ്മ കുറച്ച് പിന്നിലേക്കൊന്ന് പോകുന്നുണ്ട്. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ജെയിംസും അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോൺ രണ്ടുപേരും ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആകാശത്തിലെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ആ സമയത്ത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന കുറേയധികം ബലൂണുകൾ അവൻ ഇതുപോലെ ടെലിസ്കോപ്പിൽ കണ്ടായിരുന്നു. ഒരുപാട് ചെലവേറിയ ഒരു പരിപാടിയാണത്. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ അതുപോലൊരു ബലൂണിൽ കയറിയിട്ട് അവൻ പോകും, കാലാവസ്ഥയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നന്നായിട്ട് പഠിക്കുമെന്ന് അവന്റെ മനസ്സിൽ അന്ന് തന്നെ കുറിച്ചിട്ടായിരുന്നു. പിന്നീട് അവിടെ തന്നെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരുപാട് സയന്റിസ്റ്റുകൾ, പ്രൊഫസർമാർ ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും വിളിച്ച് ജെയിംസ് അവന്റെ ആശയം പറയാൻ തുടങ്ങുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ട ഒരു കാര്യമാണ് കാലാവസ്ഥാ പ്രവചനം. മഴയും കാറ്റും മഞ്ഞും ഇതൊക്കെ എപ്പോ വരും എന്ന് നമ്മൾ പ്രവചിക്കണം. ഇത് കേട്ടപാട് തന്നെ പല സയന്റിസ്റ്റുകളും ചിരിക്കാൻ ആരംഭിച്ചു. എന്നാൽ ജെയിംസ് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാണ്, നമ്മൾ ഭൂമിയിൽ നിന്നും ഒരുപാട് മുകളിലേക്ക് പോയിട്ട് ഓരോ അന്തരീക്ഷത്തിലെയും ഓരോ ഘട്ടത്തിലെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ കാലാവസ്ഥയെ പ്രവചിക്കാൻ കഴിയും. ഇത് കേട്ട സമയത്ത് ചില ആൾക്കാരൊക്കെ അവനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, കാലാവസ്ഥ പ്രവചിക്കാനോ, നീ ആരാ, ദൈവമോ? ശരിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിഴിയാനുള്ള നിന്റെ ഒരു ഐഡിയ അല്ലേ? ഇതും പറഞ്ഞ് ആരും അവനെ സപ്പോർട്ട് ചെയ്യാതെ കളിയാക്കിക്കൊണ്ട് അവിടുന്ന് പോവാണ്. അവന് ഭയങ്കരമായിട്ട് വിഷമമായി. അങ്ങനെ വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഇതേ മറുപടി തന്നെ, മോനെ ദൈവങ്ങൾ ചെയ്യുന്ന ഈ പരിപാടിയൊന്നും അതൊക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മോനെ. വീട്ടുകാരും അവന് സപ്പോർട്ട് നൽകിയില്ല. അതായത് ഇതുപോലൊരു യാത്രയ്ക്ക് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു വീണ്ടും പ്രസന്റിൽ കാണിക്കുകയാണ്. ജെയിംസ് അതുപോലെ തന്നെ അമേലിയ രണ്ടുപേരും ഇപ്പൊ ഏകദേശം 5000 അടിയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പതിയെ പതിയെ ഇനി മേഘങ്ങളെ തൊടാൻ വേണ്ടി പോവാണ് അവര്. ഈ സമയത്ത് പെട്ടെന്ന് ജെയിംസ് അവൻ കൊണ്ടുവന്ന ഒരു മരത്തിന്റെ പെട്ടിയുണ്ട്. അതിനുള്ളിൽ നിന്നും ഒരു പ്രാവിനെ എടുത്ത് ഒരു നോട്ട് എഴുതി അതിന്റെ കാലിൽ വെച്ച് കെട്ടി അതിന്റെ താഴേക്ക് പറത്തി വിടുകയാണ്. ഇത്രയും നേരം കൊണ്ട് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പ്രാവിന്റെ കാലിൽ കെട്ടി എഴുതി താഴേക്ക് വിട്ടത്. ഇവര് ജീവനോടെ ഉണ്ട് എന്ന് താഴെയുള്ളവരെ അറിയിക്കണ്ടേ. എന്തായാലും ഇതിനുശേഷം ചെറുതായിട്ട് കോടമഞ്ഞ് വളരെയധികം കൂടി വരാൻ തുടങ്ങുകയാണ്. അത് കണ്ടപ്പോ തന്നെ അമേലിയ പറയാണ്, ജെയിംസെ തയ്യാറായി നിന്ന് നല്ലൊരു മഴ അത് നമ്മൾ കൊള്ളാൻ വേണ്ടി പോണ്. ജെയിംസ് പറയാണ്, മഴയോ? ഇല്ല, ഒരിക്കലും സാധ്യതയില്ല, ഞാനെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അളന്നു വെച്ചിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഒരു മഴയ്ക്ക് യാതൊരു സാധ്യതയില്ല. ഇപ്പൊ അമേലിയ പറയാണ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ അറിയുന്നത് പോലെയല്ല, നീ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നീ അഭിപ്രായം പറയാൻ നിൽക്കേണ്ട, അധികം വൈകിയില്ല. ഒരു പെരും മഴയുടെ ഉള്ളിൽ ഇവര് പെട്ടുപോണ്. രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞു. മാത്രമല്ല ഇനി ഒരു കൊടുങ്കാറ്റ് കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവുകയാണ്. ഇനിയിപ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മേഘക്കൂട്ടുണ്ടല്ലോ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു കൊടുങ്കാറ്റിൽ പെട്ടിട്ട് ഇവര് രണ്ടുപേരും
അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയാണ്. അതിനിടയിൽ അമേലിയ തെറിച്ചു പോകുന്നുണ്ട്. അമേലിയാണെങ്കിലോ ആ ഒരു തൊട്ടിയുടെ വക്കിൽ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ജെയിംസിനോട് അവളെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ജെയിംസ് ഭയം കൊണ്ട് ആദ്യം ചെയ്യുന്നത് ഒരു കയറെടുത്ത് അവനെ കെട്ടിയതിനു അതിനുശേഷമാണ് അമേലിയെ രക്ഷപ്പെടുത്തുന്നത്. ആ നേരത്തെല്ലാം ശക്തമായ കൊടുങ്കാറ്റ്. അമേലിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ബലൂണും. എന്നാൽ ഒരു വിധത്തിൽ അമേലിയെ ജെയിംസ് രക്ഷപ്പെടുത്തി ആ ഒരു തൊട്ടിക്കുള്ളിൽ കൊണ്ടുവന്നു. അടുത്ത നിമിഷം തന്നെ അമേലിയ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ തൊട്ടിയുടെ വെയിറ്റ് കുറക്കണം. അതിനായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മണൽ കെട്ടി ചെറിയ ചെറിയ കീഴിലാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം മുറിച്ച് താഴേക്കിടാൻ പറയാണ്. അതിവേഗത്തിൽ ഇവർ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം വെയിറ്റ് കുറഞ്ഞപ്പോൾ പതിയെ പതിയെ ബലൂൺ മുകളിലേക്ക് പൊന്തുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭീമാകാരമായ ആ ഒരു മേഘക്കൂട്ടം അതിനുള്ളിൽ നിന്നും ഇവര് പുറത്തേക്ക് വരികയാണ്. ആ സമയത്തുള്ള ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ഹോ, സ്വർഗത്തിലെത്തിയ പോലെ അത്രയും നല്ലൊരു അടിപൊളി കാഴ്ച. പക്ഷേ എനിക്ക് പേടിയാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. എന്തെന്നറിയില്ല, മനസ്സിന് ഭയങ്കര ഒരു പേടിയാണ്, അത്ര തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ കാണാനൊക്കെ നല്ല രസമാണല്ലേ. എന്നാൽ നേരിട്ട് കാണാൻ ആഗ്രഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. എന്തായാലും ഉദിച്ചു നിൽക്കുന്ന ആ ഒരു സൂര്യനെ നന്നായിട്ട് തന്നെ കാണാൻ രണ്ടുപേർക്കും പറ്റുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ താഴെ നിന്നും ജെയിംസിന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോണ് അവരൊരു ചെറിയ ടെലിസ്കോപ്പിലൂടെ അങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അവനൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, ചേട്ടാ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ടെലിസ്കോപ്പ് മേടിച്ചിട്ട് ആ കുട്ടി ഒരു പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ്. അവന് ആകാശത്തോടെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമ്മുടെ ജെയിംസിനെയും അമേലിയെയും കാണാൻ കഴിഞ്ഞു. ദാ അവരവിടെയുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ജോൺ ആ ഒരു ടെലിസ്കോപ്പ് മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ദാണ്ടെ അവരതിലൂടെ പറന്നു പോകുന്നു. അവർക്ക് യാതൊരു കുഴപ്പമില്ലാന്ന് ഇപ്പോ ഈ ജോണിന് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെ അമേലിയ, അവള് നല്ലൊരു തികഞ്ഞ പൈലറ്റ് ആണല്ലോ. ആ ഒരു കൊടുങ്കാറ്റിൽ ഈ ഒരു ബലൂണ് പെട്ടുപോയത് കൊണ്ട് തന്നെ പല ഭാഗവും ഡാമേജ് ആയിട്ടുണ്ട്. അതെല്ലാം പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് അമേലിയ ജെയിംസിനോട് പറയണ, ഡാ ജെയിംസെ അങ്ങോട്ടേക്കൊന്ന് നോക്കടാ, എന്തൊരു അടിപൊളി കാഴ്ചയാ. പുസ്തകപ്പുഴമായിട്ട് 24 മണിക്കൂറും ഓരോന്ന് കുത്തി കുറിക്കാതെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒന്നും കൂടെ കാണാൻ ശ്രമിക്കടാ. നോക്കുമ്പോ എന്താ, ഇവരുടെ ഈ ഒരു വലിയ ബലൂൺ ഉണ്ടല്ലോ, ഇതിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് അതിന്റെ നിഴല് തൊട്ടപ്പുറത്തുള്ള മേഘങ്ങളിൽ ചെന്ന് പതിക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു ആ ഒരു കാഴ്ച. മാത്രമല്ല ആ ഒരു നിഴലിന് ചുറ്റുമായിട്ട് മഴവില്ലും രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ജെയിംസ് ഇതുപോലൊരു കാഴ്ച കാണുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു എന്താ പറയാ ബൈനോക്കുലർ ഉണ്ട്, അത് വെച്ച് അതങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. ഈ സമയത്ത് അമേലിയ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ജെയിംസെ, നീ ഒരു സയന്റിസ്റ്റ് ആയിരിക്കാം എന്ന് കരുതി എപ്പോഴും പുസ്തകങ്ങളിലെ കാര്യം മാത്രം കാണാതെ ഇതുപോലെ കുറച്ചൊക്കെ പുറത്തുള്ള യഥാർത്ഥ കാര്യങ്ങളൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നിനക്ക് ഒരു യഥാർത്ഥ സയന്റിസ്റ്റായി മാറാൻ കഴിയുള്ളൂ. അമേലിയ പറഞ്ഞ കാര്യം അത് സത്യമായിരുന്നു. മാത്രമല്ല ഒരുപാട് ഉയരത്തിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻസ്, ഒരു ഒച്ചയില്ല, ഭയങ്കര നിശബ്ദത. ജെയിംസ് ഈ ഒരു കാര്യം അമേലിയോട് പറഞ്ഞപ്പോൾ അമേലിയ പറയാണ്, എടാ നമ്മൾ എത്ര ഉയരത്തിലാണെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇതേ നേരം തന്നെ നേരത്തെ ഉണ്ടായതുപോലെ ചെറിയ ചെറിയ കോടമഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. പിന്നീട് അവിടെ ആകെ ചെറുതായിട്ട് ആ കോട അങ്ങനെ നിറഞ്ഞു. ഇതേ നേരം തന്നെ താഴെ ഉണ്ടായിരുന്ന ലണ്ടൻ നഗരത്തിലെ വലിയൊരു ബെല്ലുണ്ട്, അതടിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ ആ ഒരു ശബ്ദവും അവള് കേട്ടു. പെട്ടെന്ന് അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പഴയ അവൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. അതോടൊപ്പം തന്നെ അവളുടെ തല കറങ്ങി അവള് താഴേക്ക് വീഴുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ജെയിംസ് അവളെ ഉണർത്തുന്നുണ്ട് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് അമേലിയയുടെ ഓർമ്മയിലേക്ക് വരുന്ന ആ ഒരു സംഭവം, ഒരാൾ ആകാശത്ത് നിന്നും താഴേക്ക് വീഴുന്നില്ലേ, അത് മറ്റാരുമല്ല അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. പക്ഷെ അതേ നേരം തന്നെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടെ ഇവിടെ കാണിക്കുകയാണ്. ആ വലിയ ദുരന്തത്തിന് ശേഷം അമേലിയ ഒറ്റയ്ക്കായി പോയി. പിന്നീട് അവൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് അവളുടെ സഹോദരിയായിട്ടുള്ള ആന്റോണി ആയിരുന്നു. ആ ഒരു ഡിപ്രഷനിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു തന്നെ ആന്റോണിയാണ്. നീ എന്തായാലും ഇതൊരു പരിപാടിക്കുക, അവിടെ വെച്ച് നിനക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തരാന്ന് പറയണം. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ ആന്റോണിയുടെ കൂടെ അമേലിയ ആ ഒരു പാർട്ടിക്ക് പോവാണ്. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ ആന്റോണി പറയണം, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ പോയിട്ട് ഒരാളെ കൂട്ടിയിട്ട് വരാം. ഇതിനുശേഷം അമേലിയ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ ജെയിംസ് തന്നെ. ജെയിംസ് പറയാണ്, ഞാനൊരു ചെറിയ സയന്റിസ്റ്റ് ആണ്. നമ്മുടെ കാലാവസ്ഥയല്ലേ, ഇതൊക്കെ ഒന്ന് പ്രവചിക്കണം, ആകാശത്തേക്ക് പോയിട്ട് എല്ലാ റീഡിങ്ങുകളും എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിന്നെപ്പോലെ ഒരു പൈലറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ എന്ന് പറയണം. എന്നാൽ അമേലിയ പറയണ, ഇല്ല, ഞാൻ ആ പരിപാടിയൊക്കെ വിട്ടു കഴിഞ്ഞു, ഇനി ആകാശത്തിലേക്ക് പറക്കാനായിട്ട് ഞാനില്ല എന്ന് പറയാണ്. ഇതേ നേരം തന്നെ അവളുടെ അനിയത്തി ആന്റോണിയ മറ്റേതോ ഒരാളെയും കൂട്ടിയിട്ട് അമേലിയുടെ അടുത്തേക്ക് ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്. എന്നാൽ ആ ആളെ കണ്ട സമയത്ത് തന്നെ അമേലിക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് ജെയിംസിനെ പിടിച്ച് വാ, നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഡാൻസ് കളിക്കുന്ന നേരത്ത് പരമാവധി അമേലിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ജെയിംസ് നോക്കുന്നുണ്ട്. എന്നാൽ അവസാനം ജെയിംസ് പറയാണ്, ഓക്കെ, നീ എന്റെ കൂടെ വരണ്ട, പകരം എനിക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ബലൂണ് അതെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. അവസാനം അമേലിയ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവൾ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നു. ആ ഒരു വലിയ ബലൂണിന്റെ പണി ആരംഭിക്കുകയാണ്. അതായത് ഇന്ന് വിമാനമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്കിൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെയുള്ള സ്കില്ല് അന്നത്തെ കാലത്ത് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുപോലെ പറക്കുന്ന ബലൂണുകൾ ഉണ്ടാക്കാൻ ആവശ്യം. അതെന്തായാലും അമേലിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വർക്ക്ഷോപ്പിൽ പണി നടക്കുന്ന സമയത്ത് അമേലിയെ കാണാനായിട്ട് ആന്റോണി വരണം. ഓ, നീ വീണ്ടും തുടങ്ങിയല്ലേ, നീ ഇത് നിർത്താൻ പോകുന്നില്ല അല്ലേ, വലിയൊരു അപകടം ഉണ്ടായതല്ലേ, ഇനി എന്തിനാ ഇതുപോലെ പോകുന്നത്? അപ്പൊ അമേലിയ പറയണ, ഞാൻ അവന്റെ കൂടെ പോകുന്നില്ല, ഇത് വെറുതെ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക് ഇവിടെ കഴിയാണ്. വീണ്ടും പ്രസന്റിൽ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ജെയിംസ്
ജെയിംസിനെയും അമേലിയെയും കാണിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബലൂൺ ഉപയോഗിച്ച് ഇവർ മുകളിലേക്ക് പോയി ഏകദേശം ഇപ്പോൾ 17,000 അടി ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ലോക റെക്കോർഡ്, അതായത് 1862 ഉണ്ടായിരുന്ന ലോക റെക്കോർഡ് ഏകദേശം 21,000 അടിയാണ്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് 5,000 അടി കൂടെ ഇനി മുകളിലേക്ക് പോയാൽ മതി. എന്നാൽ അത് അത്ര എളുപ്പമായിരിക്കോ? അല്ല എന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇതേ നേരം തന്നെ ജെയിംസ് അമേലിയുടെ ഹസ്ബൻഡ് അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമേലിക്ക് അത് അത്ര അങ്ങ് ഇഷ്ടാവുന്നില്ല. അതേ നേരം തന്നെ ജെയിംസിന്റെ തലയിൽ ചെറുതായിട്ട് മുറിവായിട്ട് അതിലൂടെ രക്തം വരുന്നുണ്ടായിരുന്നു. നേരത്തെ ആ ഒരു കൊടുങ്കാട്ടിൽ പെട്ടുപോയില്ലേ, അതിൽ ഈ ഒരു ബലൂണ് ആടി ഒലഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ആ ഒരു അപകടം. എന്തായാലും അതിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ സമയത്താണ് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച ഇവർ കാണുന്നത്. വളരെ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന പൂമ്പാറ്റയുണ്ടല്ലോ, 17,000 അടി ഉയരത്തിൽ ഇതുപോലെ പൂമ്പാറ്റകൾ, അതിലൊരെണ്ണത്തിന് ഇവന് കാണുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോയ ജെയിംസ് പറയാണ്, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞങ്ങളുടെ കൂടെ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും മറ്റൊരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു പോവാണ്. ഒരെണ്ണമല്ല, ഒരുപാടധികം ചിത്രശലഭങ്ങൾ താഴെ നിന്നും പറന്ന് ഉയരങ്ങളിലേക്ക് വരികയാണ്. ഈ ചെറിയ ജീവിയെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമോ? എന്റെ അമ്മേ, അവനാകെ അത്ഭുതപ്പെട്ടുപോയി. അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചയും, ഇത്രയും നിസ്സാരമായ ഒരു ചിത്രശലഭത്തിന് ഇത്രയും ഉയരത്തിലേക്ക് വരാൻ കഴിയെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് അപ്പൊ എത്രത്തോളം ഉയരത്തിൽ ഇനിയും പോകാൻ കഴിയും? എന്തായാലും അവിടെ വെച്ച് രണ്ടുപേരുടെ മനസ്സ് നന്നായിട്ടൊന്ന് ക്ലിയർ ആവാണ്. ആ സമയത്ത് ജെയിംസിനോട് അമേലിയ അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം എപ്പോഴും ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അവളുടെ ഹസ്ബൻഡിന് എന്ത് പറ്റി, എന്തുണ്ടായി എന്നൊന്നും ചോദിക്കാനായിട്ട് ജെയിംസ് നിൽക്കുന്നില്ല. അത് അമേലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയേ, എങ്ങനെയുണ്ടായത് എന്നൊക്കെ അമേലിയോട് ചോദിച്ച് അവളെ വല്ലാണ്ട് വേദനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു കാര്യം ജെയിംസ് ചെയ്തില്ല. അവനോടത് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ സമാധാനിപ്പിക്കണം എന്ന രീതിയിൽ ആ പഴയ കാര്യം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്കത് വല്ലാത്തൊരു വേദനയാണ്. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും അവരുടെ പണി എടുക്കാൻ തുടങ്ങുകയാണ്. വീണ്ടും പതിയെ മുകളിലേക്ക് പോവാണ്. ഇതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. എങ്ങനെയാണ് ശരിക്കും അമേലിയ ഈ ഒരു യാത്രയ്ക്കായിട്ട് ജെയിംസിന്റെ കൂടെ വന്നതെന്ന്. അതായത് അമേലിയോട് അവൻ ആദ്യം പറഞ്ഞത്, വേണ്ട നീ എന്റെ കൂടെ വരണ്ട, ബലൂണ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നല്ലേ. പക്ഷെ അതിനുശേഷം കൂടെ വരാൻ വേണ്ടി അവൻ വല്ലാണ്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അമേലിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളുടെ ഭർത്താവ് മരിച്ച ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ പത്ര കട്ടിങ്സുകളിലായിട്ട് അവൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി ഒരു തീരുമാനം എടുത്തു നേരെ ജെയിംസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഞാൻ എന്തായാലും ഇനി നിന്റെ കൂടെ വരാൻ പോകുന്നില്ല. അതുപോലെ ഈ ഒരു ബലൂൺ അതിന്റെ പണി ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഇതിന്റെ ചിലവൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇത് പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. ഇത് കേട്ടപ്പോൾ ജെയിംസ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പാതി വഴിയിൽ ഇട്ടിട്ട് പോവുകയാണോ? എന്ത് ചെയ്യണം, ആരോട് സഹായം ചോദിക്കണം എന്നൊന്നും അവന് തിരിയുന്നില്ലായിരുന്നു. ആകെ ടെൻഷനായിട്ട് ജെയിംസ് വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിലൊക്കെ ആയ സമയത്ത് ജെയിംസിന്റെ അച്ഛനായിട്ടുള്ള ആർദർ അവനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി. മകൻ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവാണ്, ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് അത് സാധിക്കുവിടാന്ന് ആർദർ ക്ലേഷ്യർ അവനോട് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഒരു ബൈനോക്കുലർ അത് അവന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അവൻ എന്തായാലും വിജയിക്കുന്നു. അച്ഛനായിട്ടുള്ള ആർദറിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആർദർ തന്റെ മകനായിട്ടുള്ള ജെയിംസിനും കൊടുക്കുകയാണ്. പിന്നീട് ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ടും എനിക്ക് ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു വലിയ പരീക്ഷണം ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ, പണം തന്ന് സഹായിക്കുമെന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനോടും സയന്റിസ്റ്റുകളോടും ചോദിക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം അവനെ പുച്ഛിക്കുകയാണ്. എടാ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയോ? അത്രയും ഉയരത്തിൽ പോയാൽ അവിടുത്തെ പ്രഷർ, ടെമ്പറേച്ചർ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അറിവ് നിനക്കുണ്ടോ? അതിനെ മാനേജ് ചെയ്യാനായിട്ട് നിനക്ക് അറിയോ? ഇതിനുശേഷം സീൻ കട്ടാവാണ്. വീണ്ടും പ്രസന്റിലുള്ള ജെയിംസിനെയും അതുപോലെ തന്നെ അമേലിയെയും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 20,000-ഓളം അടിക്ക് മുകളിലായിട്ട് ഇവർ പോയി കഴിഞ്ഞു. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇതൊന്ന് രക്ഷപ്പെടാനായിട്ട് വല്ല പുതപ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ജെയിംസിനോട് അമേലി ചോദിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് എന്റെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരാൻ തന്നെ സൗകര്യമില്ലായിരുന്നു. ആഹാ അടിപൊളി ഡാ, ഇനി മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടിക്കൂടി വരാൻ പോവുകയാണ്. മാത്രമല്ല ഇതിനുശേഷം രണ്ടുപേരും ഒരു റീഡിംഗ് ഉണ്ട്, അതിലേക്ക് എന്നെ കണ്ണും നട്ടങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്താ, ഇവരുടെ ഈ ഒരു ബലൂണ് അത് എത്രത്തോളം ഉയരത്തിലേക്ക് എത്തി എന്ന് നോക്കാനായിട്ട് ഏകദേശം 23,000 അടി അത്രത്തോളം ആകാനായിട്ടുണ്ട്. ശരിക്കും 23,000 അടിയാണ് കേട്ടോ ലോക റെക്കോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. എന്തായാലും അത് താണ്ടിക്കൊണ്ട് ഇവര് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് അമേലിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അതുപോലെ തന്നെ ജെയിംസിനും അത്രയും ഉയരത്തിലേക്ക് ഇവരെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവിന്റെ ദേഹത്ത് ഈ ഒരു മെസ്സേജ് കെട്ടി താഴേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ഉയരത്തിലേക്ക് മനുഷ്യർ പോയി കഴിയുമ്പോൾ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ പാർക്ക് ഉണ്ടാവാൻ തുടങ്ങി, നമ്മുടെ ജെയിംസിന് ഉണ്ടാവാൻ തുടങ്ങുകയാണ്. കണ്ണൊന്നും നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, ചെറിയ ചെറിയ മങ്ങല് പോലെ. അതുപോലെ അവൻ ചുമ്മാ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ട സമയത്ത് അമേലിക്ക് ഇത് അത്ര പന്തിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്കിനി താഴേക്ക് പോകുന്ന ജെയിംസിനോട് പറയണം. എന്നാൽ ജെയിംസ് പറയണ, ഏയ് പോകാൻ പാടില്ല, നമ്മൾ ഇനിയും മുകളിലേക്ക് പോകണം, ഒരുപാട് റീഡിങ്സ് എനിക്ക് എടുക്കണം, ഒരുപാട് കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം, ഇപ്പൊ നീ താഴേക്ക് പോകല്ലേ എന്ന് പറയാണ്. മനുഷ്യരാശിക്ക് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അമേലി പറയാണ്. ഇപ്പൊ അതൊന്നും ചെയ്താൽ ശരിയാവില്ല, നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ നഷ്ടമാവും, വേഗം എനിക്ക് നമ്മുടെ ബലൂണിനെ താഴേക്ക് കൊണ്ടുപോകണം. ഇതും പറഞ്ഞ് അമേലിയ ആ ഒരു കയറ് പിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജെയിംസ് വന്ന് ആ കയറിൽ പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിനക്കറിയോ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എത്രത്തോളം
അപമാനം സഹിച്ചിട്ടുണ്ടെന്ന്, എത്ര പേരാണ് എന്നെ ആട്ടി ഇറക്കിയതെന്ന് നിനക്കറിയോ? ഈ നേരം അമേലി പറയണു, ഓഹോ, അപ്പൊ അതാണ് നിന്റെ ലക്ഷ്യം, അതായത് മനുഷ്യരാശിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യലല്ല, നിന്നെ അപമാനിച്ചവർക്ക് ഒരു മറുപടി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി എന്തായാലും ഞാൻ എന്റെ ജീവൻ തരില്ല എന്ന് പറയണം. പിന്നീട് ഈ അമേലിയ കയറഴിക്കാൻ നിൽക്കുമ്പോൾ ജെയിംസ് പറയണം, പ്ലീസ് ഒന്ന് ആകാശത്തിലേക്ക് നോക്ക്, ആ കാണുന്ന നക്ഷത്രങ്ങൾ ആദ്യമായിട്ടല്ലേ നീ അതിനെ ഇങ്ങനെ കാണുന്നത്? എന്നെ പോലെ തന്നെ നിന്റെ ഭർത്താവും ഇതുപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ നീ? അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുമെന്ന് പറയാണ്. ഇതിൽ കൺവിൻസ് ആയി അമേലിയ പറയാണ്, ശരി, കുറച്ചു ദൂരം കൂടെ നമ്മൾ മുകളിലേക്ക് പോകും, പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ തീരുമാനം എടുക്കും, എന്റെ തീരുമാനങ്ങളെ നീ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയണം. അതിനിപ്പോ ജെയിംസ് സമ്മതിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അമേലിയ അവര് തൊട്ടിയുണ്ടല്ലോ അതിന്റെ സൈഡിൽ കെട്ടി ഒരു ചാക്ക് കഷ്ണം കൂടെ മുറിച്ച് അതിനുള്ളിലെ മണല് താഴേക്ക് ഇടുന്നുണ്ട്. പിന്നീട് പതിയെ പതിയെ ബലൂൺ മുകളിലേക്ക് പൊന്താൻ ആരംഭിക്കുകയാണ്. ഇതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അമേലിയ ഇനി ഒന്നിനും ഇല്ലാന്ന് ജെയിംസിനോട് പറഞ്ഞല്ലോ, ഞാൻ ബലൂൺ ഉണ്ടാക്കൂല, നിന്റെ കൂടെ വരാനും പോകുന്നില്ല എന്ന്. അതിനുശേഷം അവൻ വല്ലാണ്ട് ഡിപ്രസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ അമേലിയെ കാണാനായിട്ട് ജെയിംസ് ഗ്ലേഷ്യർ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോൺ ട്രൂ ഒരു ദിവസം രാത്രി ഈ അമേലിയനെ കാണാൻ ചെന്നു. എന്നിട്ട് എന്താണ് ജെയിംസ് ചെയ്യാൻ പോകുന്നത് എന്ന് വിശദമായിട്ട് എഴുതിയ ചില നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ പോവുകയാണ്. അതെല്ലാം വിശദമായിട്ട് തന്നെ ഇപ്പൊ അമേലിയ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനുശേഷം അവളുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് ഒരു കല്ലറയുടെ അരികിൽ പോയിട്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ജെയിംസ്. അവൻ ചെയ്യാൻ പോകുന്ന ഒരു വലിയ സാഹസിക യാത്ര, അതിന്റെ കൂടെ ഞാനും പോണോ, അതിന്റെ ഒരു ഭാഗമാകണോ ഞാൻ? ഇങ്ങനെ ചോദിച്ച സമയത്ത് പെട്ടെന്ന് അവിടെ ചെറുതായിട്ട് മഞ്ഞ് വീഴുകയാണ്. ഇത് കണ്ടപ്പോൾ അമേലി വിചാരിച്ചു, അതെ, എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചു കഴിഞ്ഞു, ഞാൻ അവന്റെ കൂടെ പോകാൻ പോവാണ്. ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു വീണ്ടും പ്രസന്റിൽ കാണിക്കുകയാണ്. ജെയിംസ് അതുപോലെ തന്നെ അമേലിയ രണ്ടുപേരും ഇപ്പൊ 25,000 അടി മുകളിലാണ്. നല്ല രീതിയിൽ അവിടെ തണുപ്പാണ്, മഞ്ഞാണെങ്കിൽ നല്ല ശക്തമായിട്ട് തന്നെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജെയിംസ് എപ്പോഴത്തെയും പോലെ തന്നെ അത്രയും ഉയരത്തിലെത്തിയ നേരത്ത് താഴേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഒരു പ്രാവിനെ അവന്റെ പെട്ടിയിൽ നിന്ന് എടുക്കുകയാണ്. എന്നാൽ എല്ലാ പ്രാവുകളും മരവിച്ച് ചത്തുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാത്തിനെയും വേഗം താഴേക്ക് എടുത്തിടുന്നുണ്ട് ജെയിംസ്. ഇത് കണ്ട് അമേലിയ, നീ എന്ത് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാൻ ഇതിന്റെ ഭാരം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരം കുറുക്കേ, നീ എന്ത് ഈ ചെയ്യുന്നത്? നമുക്കിനി താഴേക്കാ പോകേണ്ടത്, താഴേക്ക് പോകണമെങ്കിൽ ഭാരം കൂടിയേ മതിയാവുള്ളൂ. എന്നാൽ അതൊന്നും കേൾക്കാതെ ജെയിംസ് ഓരോന്നെടുത്ത് താഴേക്ക് ഇടുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ജെയിംസിന്റെ കൈ ഒന്ന് മുറിഞ്ഞു പോവാണ്. അപ്പൊ തന്നെ ദേഷ്യത്തിൽ ജെയിംസ് പറയാണ്, നിന്റെയും നിന്റെ കെട്ടിയനെയും പോലെ വെറും ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വിനോദത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്യുന്നത്, ലോകത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കേട്ട സമയത്ത് അമേലിക്ക എന്തോ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അവനിട്ട് ഒരൊറ്റ അടി കൊടുത്തിട്ട് പറയാണ്, എന്താ സംഭവിച്ചതെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? നിന്നെപ്പോലെ തന്നെ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യണമെന്ന് നന്നായിട്ട് ആഗ്രഹിച്ച ആളാണ് എന്റെ ഭർത്താവ്. നീ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു മനുഷ്യന്. എന്നാൽ വിധി അത് ഞങ്ങൾക്കെതിരെയായിരുന്നു. ഇതുപോലെ ഒരുപാട് ഉയരത്തിലേക്ക് ഞാനും എന്റെ ഭർത്താവും വന്നു കഴിഞ്ഞു. അന്ന് ആ ദിവസം ചെറിയൊരു തകരാറ് ഞങ്ങളുടെ ഈ ഒരു ബലൂണിന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ വളരെയധികം വേഗത്തിൽ ഇത് താഴേക്ക് പോവുകയായിരുന്നു. ആ നേരം തന്നെ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും, നമുക്കത് നോക്കാം, രക്ഷപ്പെടാം എന്നൊക്കെ. എന്നാൽ അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ആ തോണിയുടെ വക്കത്ത് കയറിയിരിക്കുകയാണ് അവളുടെ ഭർത്താവ്. എന്നിട്ട് പറയാണ്, അമേലിയ, നിന്നേക്കാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ, ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ജീവിച്ചില്ലേ, അതിൽ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ ഞാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ ഇല്ലാതാവും. കാരണം ആ ഒരു ബലൂൺ വളരെ വേഗത്തിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഭാരം കുറച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് അമേലിയ നോക്കി നിൽക്കെ അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ ഭർത്താവ് താഴേക്ക് എടുത്ത് ചാടി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയ അപകടത്തിൽ നിന്നും അവളന്ന് സർവൈവ് ആയതും. എന്നാൽ അതിനുശേഷം അവൾക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞതല്ലേ, ആ വിഷമം അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നേറിയാണ് അവൾ ജീവിക്കുന്നത് തന്നെ. ഒരാളുടെ മരണത്തിന് കാരണമായിട്ട് അങ്ങനെ ഒരു ജീവിതം അത് നിന്നെ കൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കാരണം ഇനി ഒരാളുടെ ജീവൻ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ഇനി താഴേക്ക് പോകാൻ പോവുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജെയിംസ് അവളോട് ക്ഷമ ചോദിക്കുകയാണ്. മാത്രമല്ല തണുപ്പ് കൊണ്ട് അവനൊരു പരിവായിട്ടുണ്ട്, അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്നിട്ടാണ് ഇനിയും മുകളിലേക്ക് പോകാം എന്ന് അവനിങ്ങനെ പറയുന്നത്. എന്തായാലും അവനും കൂടെ സമ്മതിച്ച സ്ഥിതിക്ക് അമേലിയ ആ ഒരു ബലൂണിന്റെ ഗ്യാസ് പതിയെ പുറത്ത് കളയാൻ തുടങ്ങുകയാണ്. അതായത് ഈ ബലൂണിൽ എത്രത്തോളം ഗ്യാസ് നിറയ്ക്കുന്നോ അത്രത്തോളം ഹൈറ്റിലേക്ക് ഈ ബലൂൺ അങ്ങനെ പൊന്തി പോകും. എന്നാൽ ഈ തൊട്ടിയുടെ കനം ഇനി കൂട്ടാൻ കഴിയില്ല. കാരണം എന്താ, എവിടെ നിന്ന് എടുത്താ കനം കൂട്ടണ്ടേ? പക്ഷേ ബലൂണിലെ ഗ്യാസ് അതിന്റെ അളവ് പതിയെ കുറയ്ക്കുകയാണെങ്കിൽ ബലൂൺ പതിയെ താഴേക്ക് വരും. അതങ്ങനെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കയറും അതുപോലെ തന്നെ ഒരു നോസിലും ഉണ്ട്. കയറ് പിടിച്ച് വലിച്ചാൽ അത് ഓപ്പൺ ആവും, ഗ്യാസ് ചെറുതായിട്ട് പുറത്തേക്ക് പോകും. എന്നാൽ ആ കയറ് പിടിച്ച് അമേലിയ വലിക്കുന്നുണ്ട് എന്നല്ലാതെ അതിൽ നിന്നും ആ ഒരു നോസിൽ ഓപ്പൺ ആവുന്നില്ല, ആ ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല. കാരണം തണുപ്പ് കാരണം ഐസ് കട്ട കൊണ്ട് അത് അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അതായത് ഒരു നിർവാഹവുമില്ല ആ ഗ്യാസ് പുറത്തേക്ക് വിട്ട് പതിയെ ഇതിന് താഴേക്ക് ഇറക്കാൻ വേണ്ടി. എന്നാൽ ഇതേ നേരം തന്നെ പതിയെ നമ്മുടെ ജെയിംസിന്റെ ബോധം പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ജെയിംസിനെ നോക്കി അമേലിയ പറയണം, ഒരു കാരണവശാലും നീ നിന്റെ ബോധം കളയാൻ പാടില്ല. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഹൈപ്പോക്സി വരും. അതായത് ഓക്സിജൻ ഒട്ടും കിട്ടാതെ നീ ആ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബലൂണിന്റെ മുകളിലേക്ക് പോവുകയാണ്. പറ്റുവാണെങ്കിൽ കുറച്ചു നേരം കൂടി നീ ഒന്ന് പിടിച്ചു നിൽക്കുമെന്ന് അമേലിയ പറയണം.
ഇനിയാണ് ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഈ സിനിമയുടെ മൊമെന്റ്സിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ആ ഒരു തൊട്ടിയിൽ നിന്നും അതിൽ കെട്ടിയിട്ട് ആ ഒരു കയറ് പിടിച്ച് പതിയെ പതിയെ അമേലിയ മുകളിലേക്ക് കയറാൻ ആരംഭിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആ ഒരു ബലൂൺ ഭൂമിയിൽ നിന്നും എത്രത്തോളം ഉയരത്തിലാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? 30,000 അടി. അത്രയും ഉയരത്തില് ഒരു ബലൂണിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ രണ്ടാൾക്കാർ നിൽക്കുന്നത്. മാത്രമല്ല അതിൽ കെട്ടിയ ആ കയർ ഉപയോഗിച്ച് ആ ബലൂണിന്റെ മുകളിലേക്ക് അവളിങ്ങനെ കയറുന്നുണ്ട്. പക്ഷെ തണുപ്പ് കാരണം ബലൂണിന്റെ പുറംഭാഗമൊക്കെ നന്നായിട്ട് കട്ട പിടിച്ചെടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത ആ കയറും അതുപോലെ ഫ്രീസായി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് അതിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായി കിടക്കുന്ന അത്ര ഹാർഡ് ആവാത്ത ഒരു കയറ് കണ്ടപ്പോൾ അതിൽ പിടിച്ച് അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ കൈ തെന്നി പോവാണ്. ഒരേറ്റ വീഴാണ്. പക്ഷേ കാൽ ഓൾറെഡി ഒരു കയറിൽ കൊളത്തി നിന്നതുകൊണ്ട് തന്നെ താഴേക്ക് പോയില്ല. പക്ഷെ അതിൽ കൊളത്തി അവൾ അങ്ങനെ തല കീഴായിട്ട് നിൽക്കുകയാണ്. തല കീഴായിട്ട് നമ്മുടെ ഈ ഒരു ലോകത്തെ അവൾ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു ഊർജ്ജം അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പതിയെ പതിയെ പിടിച്ച് കയറി അവസാനം ബലൂണിന്റെ ടോപ്പിലേക്ക് അവൾ വന്ന് നിൽക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗത്ത് ഈ ഗ്യാസ് റിലീസ് ചെയ്യാനായിട്ട് ചെറിയൊരു അടപ്പുണ്ട്. ആ അടപ്പ് തുറക്കാൻ നോക്കുമ്പോൾ ഇത് തന്നെ പ്രശ്നം, തണുപ്പ് അവിടെ മുഴുവനായിട്ട് ഫ്രീസായി നിൽക്കുന്നതുകൊണ്ട് അത് മര്യാദക്ക് തുറക്കാൻ പറ്റുന്നില്ല. പിന്നീട് അവളൊന്നും നോക്കിയില്ല, ഈ കാലുണ്ട്, കാല് നല്ല ബൂട്ടാണ്, അതുപയോഗിച്ച് അവിടെ ഇങ്ങനെ ചവിട്ടി ചെറുതായിട്ടൊന്ന് തുറക്കുകയാണ്. ഇപ്പൊ ചെറുതായിട്ട് ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ ആ ഒരു ഷൂ ഉണ്ടല്ലോ അത് അവിടെ സ്റ്റെക്കായി പോവാണ്. എന്ത് ചെയ്തിട്ടും ഷൂ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഷൂവിന്റെ ആ ഒരു ലൈസും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഷൂയുടെ ഉള്ളിൽ നിന്നും അവൾ കാല് പുറത്തേക്ക് എടുക്കുകയാണ്. അതോടുകൂടിയിട്ട് അവളുടെ ബോധം പോയി. അത്രയും ഉയരത്തിലുള്ള ഈ വലിയ ബലൂണിന്റെ മുകളിൽ അവൾ അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ഒരു ലോങ് ഷോട്ടിൽ ആ ഒരു ബലൂണിനെ കാണിക്കുന്നുണ്ട്. 30,000 അടി ഉയരത്തില് അങ്ങനെ ഫ്ലോട്ടായി നിൽക്കുന്ന ഒരു ബലൂൺ. അതിന്റെ മുകളിൽ ബോധമില്ലാതെ കിടക്കുന്ന അമേലിയ, അതിന്റെ താഴെ ഭാഗത്ത് ബോധമില്ലാതെ കിടക്കുന്ന ജെയിംസ്. ആര് വന്ന് ഇവരെ രക്ഷപ്പെടുത്തും? നമ്മളെല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് പോലെ താഴെയുള്ള എല്ലാവരും അതുപോലെ തന്നെയാ ചിന്തിക്കുന്നത്. മുകളിലേക്ക് പോയ ആ രണ്ടാൾക്കാരും ഇനി വരാൻ പോകുന്നില്ല, അവരെന്തായാലും മരിക്കും. പക്ഷേ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ചിലരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ജെയിംസിന്റെ സുഹൃത്തായിട്ടുള്ള ജോൺ ഡ്രോയും അതുപോലെ തന്നെ അമേലിയുടെ അനിയത്തിയായിട്ടുള്ള ആന്റോണിയ, അവളുടെ അമ്മ, ഇവരൊക്കെ അവരുടെ പ്രാർത്ഥനയും ഇവരുടെ കൂടെയുണ്ട്. ഇതേ സമയത്തിന് മുകളിലുള്ള ആ ഒരു ബലൂണ് കാണിക്കുന്നുണ്ട്. അവിടെ ചെറുതായിട്ടൊരു കാറ്റടിക്കുകയാണ്. ആ കാറ്റിൽ മുകളിൽ ബോധമില്ലാതെ കിടന്ന നമ്മുടെ അമേലിയ ഉണ്ടല്ലോ പതിയെ പതിയെ തെന്നി ആ ഒരു ബലൂണിന്റെ ചെരുവിലേക്ക് വരികയാണ്. ചെരുവിലേക്ക് വന്ന് എന്താ സംഭവിക്കുക? അവിടെ നല്ല എന്താ പറയുക നൈസായിട്ട് കിടക്കാണല്ലോ. അതിൽ നിന്ന് തെന്നി മാറി അമേലിയ താഴേക്കങ്ങ് വീഴുകയാണ്. പക്ഷേ ആരോ ചെയ്ത പുണ്യം, അല്ലെങ്കിൽ അവളുടെ എന്തോ വലിയ ഭാഗ്യം എന്ന് പറയാം, ബോധം പോകുന്നതിന് മുന്നേ അവളുടെ ദേഹത്തൊരു കയറ് കെട്ടിവെച്ചായിരുന്നു. ആ കയറിൽ അവൾ അങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണ്. ഇപ്പോഴാണ് അമേലിക്ക് ബോധം വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ ഉയരം, ആ ഉയരത്തിൽ ഒരു കയറിൽ തല കീഴായിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അസാധ്യ ധൈര്യം ഉണ്ടെങ്കിലേ അതിൽ നിന്നും പേടിയില്ലാതെങ്കിലും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എന്തായാലും അമേലിയ ആ ഒരു കയറിൽ തൂങ്ങി നേർക്ക് നിൽക്കുകയാണ്. പക്ഷേ ബലൂണിൽ നിന്നും കുറച്ച് അകലെയാണ്. തൊട്ടിയിലാണെങ്കിൽ ജെയിംസ് ഉണ്ട്, പക്ഷെ യാതൊരു ബോധമില്ല. അപ്പൊ അവനെ ഉറക്കനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പാവത്തിന്റെ ബോധം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അമേലിയ എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അവസാനം തൊട്ടിയിൽ വന്ന് പിടിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ജെയിംസിനെ വിളിക്കുമ്പോൾ യാതൊരു അനക്കവും ഇല്ല. ബോധം പോയതല്ല, ഏകദേശം ജീവൻ പോയതാണ്. ആ നേരത്ത് അമേലിയ പറയുന്നുണ്ട്, എടാ പോലടാ, കാരണം ഒരാൾ കൂടെ ഇങ്ങനെ ഇതുപോലെ നഷ്ടമായിട്ടണെങ്കിൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. പക്ഷെ എത്രയൊക്കെ അവനെ തട്ടി വിളിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ അമേലിയ പറയണടാ, നിന്റെ മെഷീൻസിൽ എന്തോ ഒരു റീഡിങ് കാണിക്കുന്നത്, അതെന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ജെയിംസ് കണ്ണ് തുറക്കാണ്. ഏത് മെഷീനില്ല? ആഹാ, ഇത്രയും നേരം തട്ടി വിളിച്ചിട്ട് ബോധം വരാത്തവന് അവന്റെ മെഷീൻസിൽ എന്തോ റീഡിങ് വന്നെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ബോധം വന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ ആ മനുഷ്യൻ എന്താ പറയാ, അതിന്റെ ആ ഒരു താല്പര്യമാണത്. എന്തായാലും ബോധം വന്നല്ലോ, അവൻ മരിച്ചിട്ടില്ല എന്ന് ബോധ്യമായപ്പോ അമേലിയും സന്തോഷമായി. നീ പേടിയൊന്നും വേണ്ട, നമ്മൾ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 28,000 അടിയിലേക്ക് വന്നിട്ടുണ്ട്. അവൻക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു കപ്പ് എടുത്ത് അതിൽ ഈ ഒരു ഐസ് പിടിക്കുകയാണ്. കുറച്ചുകൂടെ താഴേക്ക് പോയാൽ ഈ ഐസ് എല്ലാം വെള്ളമായിക്കോളും. അപ്പൊ നമുക്കത് കുടിക്കാലോ. നിന്റെ ബുദ്ധിയൊക്കെ വർക്കായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തണുപ്പ് കുറയാണ് അവരുടെ മുഖത്തിലും ശരീരത്തിലും. ആ ഒരു കനത്ത തണുപ്പ് കാരണം വന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ അതൊക്കെ പതിയെ പോയി നോർമൽ ആകാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഏകദേശം 23,000 അടിയോളം താഴേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ ഇവരുടെ സാഹസികമായിട്ടുള്ള ഈ ഒരു യാത്ര അത് സക്സസ് ആണ് എന്ന് ചോദിച്ചാൽ അതെ, പൂർണ്ണമായിട്ടും 100% സക്സസ് ആണ്. എന്ത് കാര്യം ചെയ്യാനാണോ ജെയിംസ് ഗ്ലേഷ്യർ ഇങ്ങോട്ടേക്ക് വന്നത്, അവൻ പൂർണ്ണമായിട്ടും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് എന്ത് റീഡിംഗ് എടുക്കാനാണോ അവൻ മുകളിലേക്ക് പോയത്, ആ റീഡിംഗ് മുഴുവനായിട്ടും അവൻ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ജെയിംസ് അമേലിയോട് പറയാണ്, ഇത് വെച്ച് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ മനുഷ്യർക്ക് ഇത് കാരണം ഇനി വരുത്താൻ പറ്റും. നമ്മൾ രണ്ടുപേരും ചെയ്ത ഈ യാത്രയുണ്ടല്ലോ, ഇത് വലിയൊരു ചരിത്രമായി മാറാൻ വേണ്ടി പോവാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്തിന് വരാൻ പോവാണ്. ഇതുപോലെ ഒരു സാഹസികമായ യാത്രയ്ക്ക് ഒരു തവണ കൂടെ നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് അമേലിയോട് ജെയിംസ് ഒന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോ അമേലി പറയണം, പൊന്നു പോലെ ഇനി ഈ പരിപാടിക്ക് ഞാനില്ല, എന്റെ കട്ടയും പുകയെല്ലാം ഇതോടുകൂടി തീർന്നു എന്ന് പറയാണ്. കാരണം അവൾ അത്രത്തോളം പേടിച്ചു കഴിഞ്ഞു. എന്നാൽ കുഴപ്പമൊന്നുമില്ല, പതിയെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ താഴേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്താണ് അമേലിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എക്സ്ട്രീമിലി ഹൊറിഫിക് ആയിട്ടുള്ള ആ ഒരു
കാര്യം അവിടെ വെച്ച് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവരുടെ കൂടെ താഴേക്ക് പൊഴിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു മഞ്ഞ് അതിപ്പോ താഴേക്ക് പോകുന്നില്ല, ഇവരുടെ കൂടെ തന്നെ അങ്ങനെ ഫ്ലോട്ട് ആയിട്ട് നിൽക്കുകയാണ്. ഇതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ നല്ലൊരു ഭയം അവളുടെ ഉള്ളിലേക്ക് വന്നു. പിന്നീട് കാര്യം മനസ്സിലായി. ഇവരുടെ കൂടെ തന്നെ ആ ഒരു മഞ്ഞ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ മഞ്ഞ് പൊഴിഞ്ഞ് താഴേക്ക് പോകുന്ന ആ വേഗത്തിൽ ഇവരും താഴേക്ക് പോവാണ്. അതുകൊണ്ടാണ് ഇത് താഴേക്ക് വീഴാത്തതുപോലെ ഇവർക്ക് ഫീൽ ആവുന്നത്. അതിനർത്ഥം കുറച്ചധികം വേഗത്തിൽ ഇവർ താഴേക്ക് പോകുന്നുണ്ട് എന്നാണ്. എന്താണ് കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ താഴേക്ക് പോകുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, കൺട്രോൾ ഇല്ലാതെ ഗ്യാസ് കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് കാരണം എന്താണ്? നേരത്തെ അമേലിയ മുകളിലേക്ക് പോയിട്ട് ചവിട്ടി അവളുടെ ഷൂ കൊണ്ട് ആ ഗ്യാസ് റിലീസ് ആക്കിയില്ല. എന്നാൽ ഷൂ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നതിലും കൂടുതൽ അളവിൽ ഗ്യാസ് പുറത്തേക്ക് പോകണം. പെട്ടെന്ന് തന്നെ ആ ഒരു ഷൂ വലിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അത്യാവശ്യം ഗ്യാസ് പോയി. നല്ല വേഗത്തിൽ ഈ ഒരു വലിയ ബലൂൺ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ പരമാവധി വെയിറ്റ് കുറക്കുക. അതിലുണ്ടായിരുന്ന എല്ലാ സാധനവും ഇവരെടുത്ത് താഴേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ ജെയിംസ് ആണെങ്കിൽ അവൻ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു ബുക്കിലെ പേപ്പറുകൾ ഉണ്ടല്ലോ, അതെല്ലാം കീറിയെടുക്കുകയാണ്. അവൻ ആവശ്യമുള്ളത് മാത്രം, എന്നിട്ട് അതെല്ലാം പോക്കറ്റിലിട്ട് ആ പുസ്തകം വരെ വലിച്ചെറിയാണ്. അതായത് എത്രത്തോളം വെയിറ്റ് കുറക്കാൻ പറ്റുമോ അത്രത്തോളം വെയിറ്റ് കുറക്കുകയാണ്. എന്നിട്ടും യാതൊരു രക്ഷയില്ല. അവസാനം അമേലിയ പറയാണ്, ഈ തോണി തന്നെ നമുക്ക് മുറിച്ച് താഴേക്കിടാം. ആ തോണിയെ ഒരു ഷേപ്പിൽ നിർത്താൻ വേണ്ടി മുകളിൽ ഒരു റിംഗ് ഉണ്ട്. ആ റിങ്ങിന് മുകളിൽ ഇപ്പൊ അമേലിയ ജെയിംസ് രണ്ടുപേരും കയറി നിന്ന് ആ തോണി മുറിച്ച് അത് താഴേക്കിടുന്നുണ്ട്. ഒരുപാട് വെയിറ്റ് അപ്പം തന്നെ പോയി കഴിഞ്ഞു. എന്നാൽ ഇതുകൊണ്ടും അവര് സേഫ് ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമില്ല. രണ്ടുപേരും ഇപ്പോഴും നല്ല വേഗത്തിൽ തന്നെ താഴേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വേഗം കാരണം രണ്ടുപേരുടെ ഉള്ളിലും ആ ഒരു ഭയം വന്നു തുടങ്ങി. എന്നാൽ ഈ സമയത്ത് അമേലിയ മനസ്സിലാക്കുകയാണ്, അവള് കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ആ വെയിറ്റ് കൂടെ ഇതിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ജെയിംസിനോട് പറയാണ്, എനിക്ക് വേണ്ടി ഒരാൾ ജീവൻ കളഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കളയാൻ പോവാണ്. ഞാൻ ഇതിൽ നിന്നും ചാടി ഇതിന്റെ വെയിറ്റ് കുറക്കാൻ പോവാണ്. ഇത് കേട്ടപ്പോൾ ജെയിംസ് പറയണം, ഒരു കാരണവശാലും ചെയ്യല്ലേ പ്ലീസ്, ഒന്ന് ആലോചിക്കാൻ ഒരു ഇച്ചിരി നേരം എനിക്ക് സമയം കൊണ്ടാ, തീരെ പറ്റുന്നില്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയാണ്. ഈ സമയത്ത് അമേലിയ പറയണ, ഇല്ല നിനെക്കൊണ്ടൊന്നും ആലോചിക്കാൻ പറ്റില്ല, സമയം അതിക്രമിച്ചു കഴിഞ്ഞു, അതിവേഗത്തിലാണ് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ജെയിംസ് പറയാണ്, കിട്ടി കിട്ടി, എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ ഐഡിയ എന്ന് ചോദിച്ചപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് ഒരു ബലൂണ്, അതിലെ ഗ്യാസ് മുഴുവൻ പോയിട്ടുണ്ട്. എന്നാൽ അതിന്റെ അടിഭാഗം താഴേക്ക് പിടിച്ചു നിർത്താനായിട്ട് കുറച്ച് കയറുകൾ ഉണ്ടായിരുന്നു. ആ കയറ് മുറിച്ച് കളയാന്ന് ഇപ്പൊ ജെയിംസ് പറയാണ്. സോ അങ്ങനെ ചെയ്തതോട് കൂടിയിട്ട് എന്തായി മാറി? താഴെ നിന്ന് വരുന്ന ആ ഒരു എയറിന്റെ പ്രഷർ അത് ആ ഒരു ബലൂണിലേക്ക് തട്ടി. അതിലാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഗ്യാസ് ഇല്ല, അത് വെറും ഒരു തുണി പോലെയാണ്. ആ തുണിയിലേക്ക് ഈ പ്രഷർ വന്നു കഴിഞ്ഞപ്പോ ഇത് ശരിക്കും ഒരു പാരച്യൂട്ട് പോലെയായി. പതിയെ പതിയെ ആ വേഗത കുറഞ്ഞു വരുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ അവൻ ആലോചിച്ചുകൊണ്ട് ഒരു നല്ല കിടിലൻ ഐഡിയ കിട്ടി കേട്ടോ. എന്തായാലും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മരങ്ങൾ അതിന് മുകളിലൂടെ പതിയെ പതിയെ തെന്നി 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 രണ്ടുപേരും താഴേക്ക് വന്ന് വീഴുകയാണ്. എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ് എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ചെറുതായിട്ടൊരു പരിക്കുകൾ രണ്ടുപേർക്ക് ഏൽക്കുന്നുണ്ട്. അത്ര വലിയ അപകടമല്ലാത്ത രീതിയിലുള്ള ഒരു വീഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പരിക്കുകൾ ഇല്ലാതെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. രണ്ടുപേരുടെ ബോധവും നഷ്ടമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അമേലിയുടെ ബോധം വരുന്നത് തന്നെ. അപ്പൊ അവളുടെ അടുത്തേക്ക് പതിയെ പതിയെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ജെയിംസ് വരുന്നുണ്ട്. ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്ന് അവളോട് വേണമെങ്കിൽ ഷോൾഡറിൽ പിടിച്ചോന്ന് പറയാണ്. മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് അവളോട് ചോദിച്ചപ്പോൾ അമേലി പറയാണ്, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ എന്ത് വേണമെങ്കിലും സാധിക്കാൻ എന്നെ കൊണ്ട് പറ്റും, വാടാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും വാർത്ത ഈ കാര്യമായിരുന്നു. നമ്മുടെ ജെയിംസും അതുപോലെ തന്നെ അമേലിയ ഇവർ രണ്ടുപേരും പോയ ആ ഒരു സാഹസിക യാത്ര, അതിലൂടെ ഇവർ നേടിയ ആ ഒരു കാര്യം, അന്നത്തെ കാര്യത്ത് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാവരും അപമാനിച്ച അവൻ ഇറക്കി വിട്ട ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അവൻ പോവാണ്. പ്രായമുള്ള ഒരുപാട് സയന്റിസ്റ്റുകൾ, പ്രൊഫസർമാർ ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ. അവന്റെ ഈ ഒരു വിജയത്തിൽ എല്ലാവരും കൈയടിക്കുകയാണ്. ഇതുപോലൊരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് നേരത്തെ തന്നായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വിജയം എനിക്ക് നേരത്തെ ഉണ്ടാക്കാൻ കഴിയായിരുന്നു. ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കാണ്ട് ലോകത്തിൽ പല മാറ്റങ്ങളും വരുത്താനുണ്ട്. അവന്റെ ആ ഒരു സ്പീച്ച് കേട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. ഇതിനുശേഷം പിള്ളേരുടെ കൂടെ കടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമേലിയെ കാണിക്കുകയാണ്. അവൾക്ക് കൊടുക്കാതെ ചില പട്ടവുമായിട്ട് പിള്ളേർ ഓടുമ്പോൾ പിള്ളേരെ അവിടെ നിൽക്കുക, ഇതിനേക്കാളും വലിയ സാധനം പറത്തിയ ആളാണ് ഈ ചേച്ചി, ഒന്ന് നിൽക്കടോ എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ പിന്നാലെ ഓടി കളിക്കുന്ന നമ്മുടെ അമേലിയെ കാണിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? പഴയ ആ ഒരു ഡിപ്രസ് ആയിട്ടുള്ള ലൈഫിൽ നിന്നും അവൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൾ പുറത്തേക്ക് വന്നു. അവളിപ്പോ ഹാപ്പിയാണ്. സിനിമയുടെ അവസാനത്തിൽ നല്ല ഭംഗിയുള്ള ഒരു വലിയ ബലൂൺ അതങ്ങനെ ആകാശത്തിലൂടെ പറന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ളിൽ രണ്ടാൾക്കാരുണ്ട്, മറ്റാരുമല്ല നമ്മുടെ ജെയിംസും അമേലിയും. ഇനിയും കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ട് അവർ ഒരുപാട് യാത്രകൾ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയെ രണ്ടുപേരും അറിയുകയും ചെയ്യും. സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ആ ഒരു ലൈഫും യാത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്നാൽ ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ്. പക്ഷേ സിനിമാറ്റിക് ആയിട്ട് ചില മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ജെയിംസ് ഗ്ലേഷ്യർ എന്ന യഥാർത്ഥ ഒരു കാലാവസ്ഥാ നിരീക്ഷകനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോയത് ഹെൻറി കോട്സ്വെൽ എന്നൊരു ബലൂണിസ്റ്റും കൂടിയായിരുന്നു, അതായത് ഒരു പൈലറ്റ്. പക്ഷേ ഈ ഹെൻറിക്ക് പകരം ഒരു ലേഡി കഥാപാത്രത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നു. സിനിമയുടെ ആ ഒരു രസത്തിന് വേണ്ടി, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് പുറപ്പെടുന്ന ചില ആൾക്കാരുടെ ധൈര്യം, ആ ധൈര്യം കാരണം തന്നെയാണ് നമ്മുടെ ലോകം ഈ രീതിയിൽ മാറി മറിഞ്ഞത്. സോ എപ്പോഴും ആ മനുഷ്യരോട് നമ്മളൊരു റെസ്പെക്ട് കാണിക്കണമല്ലേ, അവരല്ലേ യഥാർത്ഥ ഹീറോസ്. എന്തായാലും നമുക്ക് മറ്റൊരു കഥയുമായിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.